നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ കണ്ണൂർ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ആര്യാടൻ ഷൗക്കത്തിന് വൻ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം പങ്കുവയ്ക്കുകയും ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. APC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള വിജയമാണ് ഇത്. ആദ്യ വിജയമാണ്. അദ്ദേഹത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നതെന്നും UDF ഉയർത്തിയ പ്രതിഷേധ സ്വരം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുവെന്നും ഇത് ടീം വർക്കിന്റെ വിജയമാണെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. UDF ആദ്യം മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ളൊരു ജനവിധിയാണ്. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോകുന്നത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി പൊതുവിലാണ് എന്നതായിരുന്നു ഞങ്ങളുടെ സന്ദേശം. ആ സന്ദേശം നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കൃത്യമായി ഏറ്റെടുത്തു. കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ ശക്തമായൊരു വിധിയെഴുത്താണ് നിലമ്പൂർ ജനത നൽകിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യമൃഗ ശല്യം, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് അധിക്ഷേപിച്ചത്, ഗവൺമെന്റിന്റെ അഴിമതി, ഇതെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയത്. ഇന്ന് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ചു തള്ളുന്നത്, എന്നാൽ മറ്റ് പ്രബല വിഭാഗങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ വർദ്ധിച്ച് PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നൽകിയത്, ഇതെല്ലാം തന്നെയാണ് നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തിയത്. അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം പിന്നീട് UDF ചർച്ച ചെയ്യും. ജയിച്ചത് UDF ഒറ്റക്കെട്ടാണെന്ന് സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.